Hello, good morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ലുബൈന മാം ആണ്. മാം മൈൻഡ് കോച്ചാണ്. മാം നമുക്ക് മുമ്പ് 2 വട്ടം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഞാൻ ലുബൈന റംസാൻ, ഒരു മൈൻഡ് കോച്ചാണ്. കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. ഒരു സെഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു അവസരം കൂടി കിട്ടിയതിന് വിമ്പിളിന് ആദ്യം തന്നെ താങ്ക്സ് പറയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾ, ദ വോയിസസ് വി ഫെയിൽ ടു ലിസൺ ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ നമ്മളുടെയൊക്കെ ലൈഫായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതായത് നമ്മളിപ്പോ ചുറ്റിനും നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് സംസാരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും നമ്മുടെ ആശയങ്ങൾ പറയുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നു. എല്ലാ കാര്യത്തിലും എല്ലാവരും സംസാരിക്കാൻ മുൻപന്തിയിൽ തന്നെയാണ് ഇപ്പോ. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മളിൽ എത്ര പേര് ഈ സംസാരിക്കാൻ പ്രകടിപ്പിക്കുന്ന ആ ഒരു താല്പര്യം ഒരാളെ കേൾക്കാൻ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ശരിക്കും കേൾക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. കാരണം ഇന്നത്തെ ഈ കാലത്ത് ശരിക്കും നമുക്കറിയാം, എല്ലാവരും ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് പേർക്ക് അഡ്വൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു വരുമ്പോൾ നമുക്കൊക്കെ അഡ്വൈസ് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ അവര് മുഴുവനായിട്ട് കേട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? നമുക്കൊക്കെ അതിനു വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോ നമ്മുടെ കുട്ടികള് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോ റിലേഷൻഷിപ്സിലാണെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാല് ഇവരെയൊക്കെ കേൾക്കുന്ന ആളുകൾ കുറവാണ്. അവരെന്തൊക്കെയോ പറയുന്നു, നമ്മൾ കേട്ടുപോകുന്നു. അങ്ങനെ അവരെ വളരെ ക്ഷമയോടുകൂടി നമ്മളിൽ എത്ര പേര് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുകയാണ്. അമ്മ, എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട, എനിക്ക് പോകാൻ മടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരമ്മ എന്തായിരിക്കും പറയുക? അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്, മടിയൊന്നുമില്ല, മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ, നിന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അച്ഛനമ്മമാർക്ക് കേൾക്കാൻ നേരമില്ല എന്തുകൊണ്ട് കുട്ടി പോകാൻ മടി പറയുന്നു എന്നുള്ളത്. അതേസമയം ഒരു വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ ആ ജോലി തിരക്കിന്റെ ഇടയിൽ കുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം ഓടി പോകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോ കുട്ടി പറയുന്നത് എന്താണ്, അവനെ അതൊക്കെ നിന്റെ മടി എന്നുള്ളത് നിന്റെ തോന്നലാണെന്നുള്ള മട്ടിലൊക്കെ ആക്കും. പക്ഷേ ഒരു ഗൃഹസ്ഥയായ വീട്ടമ്മ, ഒരു എന്താണ്, ജോലിയൊന്നും ഇല്ല, നല്ല പ്രായത്തിൽ പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല, ആരും പുഷ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പോ വീട്ടില് അടുക്കള ജോലി ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു അമ്മയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വലിയ ലെക്ചർ തന്നെ അവിടെ നടത്തുക അല്ലേ. എന്റെ ഒന്നും പ്രായത്തില് എനിക്കൊന്നും ഇതുപോലെ പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല, എന്നെ പുഷ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടും നിനക്കൊക്കെ എന്താണ് ഇത്ര മടി, മര്യാദ സ്കൂളിൽ പോയിക്കോ, ഇല്ലെങ്കിൽ എന്നെ പോലെ ഈ അടുക്കളയിലെ കരിയും പുകയും കൊണ്ട് ജീവിക്കാനാണോ എന്നൊക്കെ പറഞ്ഞൊരു വലിയ ലെക്ചർ ആയിരിക്കും നടത്തുക. പക്ഷേ അപ്പോഴും കുട്ടിയുടെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് കുട്ടി പറയുന്നത് കുട്ടിക്ക് എന്താണ്, പോകാൻ ഇഷ്ടമില്ല എന്നുള്ളതല്ല, കുട്ടിയുടെ വാക്കുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അവൻ പറയുന്നത് അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്നുള്ളതല്ല, അവൻ അവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഒരു ഭയമുണ്ട്, എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് വെറും അവന്റെ വാക്കുകൾ മാത്രമാണ്. അവന്റെ
വാക്കുകളിലുള്ള അവന്റെ അവസ്ഥ നമ്മൾ ആരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോ വേറൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന്റെ അടുത്ത് വൈഫ് പറയാണ്, നിങ്ങൾക്കിപ്പോ എനിക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ഒട്ടും സമയമില്ല എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഹസ്ബൻഡ് എന്തായിരിക്കും പറയാ? എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റി ആളുകൾ എന്താ പറയാ? വീട്ടിൽ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ ഭാണ്ഡം ഒഴിക്കും അല്ലെ. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്താലേ പറ്റുള്ളൂ, ഞാൻ അതല്ലാതെ നീ പറയുന്നതും കേട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഇത്രയും ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓടിയിട്ട് വേണം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറെ പറയും. ഒരു ഭാര്യ അത് പറഞ്ഞു എന്ന് വെച്ച് ഫുൾ ടൈം ഭാര്യയുടെ അടുത്ത് ഇരിക്കാനാണോ ഭാര്യമാര് പറയുന്നത്? അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതും അതാണോ? ഒരു 5 മിനിറ്റ് അല്ലേ, എന്താണ്, എനിക്ക് നിങ്ങളുടെ കെയറിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഇടയ്ക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, കൂടി വന്ന ഒരു ഹാഫ് ആൻ അവർ, അതായിരിക്കാം അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ റിപ്ലൈ കൊടുക്കുന്ന ഹസ്ബൻഡിന്റെ വാക്കുകൾ എന്താണ്? ഫുൾ ടൈം ഭാര്യയുടെ അടുത്ത് ഇരിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള റിപ്ലൈ ആയിരിക്കും പലപ്പോഴും കിട്ടുന്നത്. അപ്പോഴും അവരുടെ വാക്കുകളില് ആ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്താണ്, പൂർണ്ണമായിട്ട് അവരെ കേൾക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ചെറിയ എക്സാമ്പിളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മനുഷ്യൻ പറയുന്നത് വെറും വാക്കുകളല്ല, വാക്കുകളിൽ കൂടി അവരുടെ അവസ്ഥയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഈ വാക്കുകൾ നമ്മൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ തയ്യാറാവാതെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? പ്രതികരിക്കും അല്ലേ. അവര് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ അതിന് കൊടുക്കാനുള്ള മറുപടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് പറഞ്ഞു തീരുമ്പോ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങും അല്ലെ. നമ്മൾ അവരെ കറക്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ ജഡ്ജ് ചെയ്യും. പക്ഷേ അവർക്ക് ആവശ്യം ഈ പറഞ്ഞ അഡ്വൈസ് ആണോ? അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണോ അവര് നമ്മളോട് ഇതൊക്കെ പറയുന്നത്? അവർക്ക് ആവശ്യം എന്താണ്? അവർക്ക് ആവശ്യം അവരെ ഒരാൾ കേൾക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു പോകേണ്ടി വന്നവരാണ്. ഇതുപോലുള്ള വിഷമകരമായ ഘട്ടങ്ങൾ കടന്നുപോയവരാണ് പലരും. അങ്ങനെ ഒരവസ്ഥയെ കൂടി പോകാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ലെ, നമ്മളുടെ ഈ അവസ്ഥയൊക്കെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം, മനസ്സിൽ ഭാരമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പലരോടും പറഞ്ഞപ്പോഴത്തേക്കും പലരും നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെ, അല്ലെങ്കിൽ ഒരു വലിയ അഡ്വൈസ്, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കറക്റ്റ് ചെയ്ത് തരിക, അങ്ങനെയൊക്കെ ആയിരിക്കും പലരും ചെയ്തിട്ടുണ്ടാകുക. അതിൽ ഒരാളായിരിക്കാം ചിലപ്പോ നമ്മളെ ശാന്തമായി കേട്ടിരിക്കുന്നത് അല്ലെ. നമ്മളെ ഇടയ്ക്കൊന്നും ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പറയുന്നത് മുഴുവനും ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നത് ആ ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറ്റും? നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയുന്നത് ആ ശാന്തമായി കേട്ടിരുന്ന ആളുടെ മുമ്പിലായിരിക്കും. കാരണം കേൾക്കപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വലിയൊരു ആവശ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ലോകത്ത് മനുഷ്യരെല്ലാവരും ബിസിയാണ് അല്ലെ, അറിയില്ലാണ്. നമ്മളെല്ലാവരും നമ്മളുടേതായ പ്രശ്നങ്ങൾ മുഴുകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് വേറൊരാളുടെ പ്രശ്നം കേൾക്കാൻ നമുക്ക് നേരെയില്ല അല്ലെ. അതിന്റെ ഫലമായിട്ട് എന്താ പറ്റുക? കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ, ഇപ്പൊ പൊയ്ക്ക് ഇപ്പൊ പണിയുണ്ട്, എനിക്ക് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അത് പിന്നെ കേൾക്കാൻ, നീ പോയിരുന്ന് പഠിക്കുക, ഞാൻ ഫ്രീ ആകുമ്പോ പറയാം, അപ്പൊ നിനക്ക് പറയാനുള്ളത് പറയാം എന്ന് പറയും കുട്ടികളോടാണെങ്കിൽ അല്ലെ. ഫ്രണ്ട്സ് ചിലപ്പോ ഭയങ്കര ഒരു മാനസികാവസ്ഥയെ കൂടി കടന്നു പോകുമ്പോ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണല്ലോ എന്ന് കരുതിയിട്ട് വിളിച്ചൊരു ആശ്വാസവാക്കിന് വേണ്ടി വിളിക്കുമ്പോ, എടാ ഞാനിപ്പോ ഫ്രീ അല്ലാട്ടോ, ഇപ്പൊ ഇത്തിരി ഞാൻ തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ വെക്കും. ഇപ്പോ ഹസ്ബൻഡ് വൈഫിനോടാണെങ്കിലും വൈഫ് ഹസ്ബൻഡിനോടാണെങ്കിലും ഒരു ചെറിയൊരു മാനസികമായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ പാർട്ട്നേഴ്സ് ബിസി ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ എന്ത് പറ്റും? അവരും മിണ്ടാതെ ബിസി കാണിക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യരെല്ലാവരും ഓക്കെ ആണെന്ന് തോന്നും അല്ലെ. പക്ഷെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവർ ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണേണ്. ആളുകൾ പലരും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നതാണ് മാനസികമായിട്ട്. അതിനാൽ എനിക്ക് ഈ സെഷനിൽ ഒന്നോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരുപാട് മാറേണ്ടതൊന്നുമില്ല, നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതുമില്ല. ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ മതി. ഒരാൾ നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക,
അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ കണ്ണിലോട്ട് നോക്കി, അല്ലെ, അവരെ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ അവരുടെ കണ്ണിലോട്ട് നോക്കി, ഞാനുണ്ട് നിനക്ക്, നിന്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അവരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. അവര് പറഞ്ഞു തീരും വരെ അവരെ ശല്യപ്പെടുത്താതെ. പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു സൊല്യൂഷൻ ഒന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണ്? അവരെ മുഴുവനായി കേട്ടിട്ട് അവരെ ശ്രദ്ധിച്ച് അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. എല്ലാവരും ഓർക്കും ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ എന്നുള്ളത്. പക്ഷെ ഒട്ടും സിമ്പിൾ അല്ല. ഇത് ഭയങ്കരമായിട്ട് പേഷ്യൻസ് വേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യാൻ നല്ലൊരു മനസ്സ് വേണം, നല്ലൊരു എമ്പതി ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങി എന്ത് സംഭവിക്കുമെന്നറിയോ? കുട്ടികൾ നമ്മളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകും, അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്യും. ഒരു റിലേഷൻഷിപ്പ്, അതിലെ ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആകും. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ ലൈഫ് തന്നെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ആരെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് സംസാരിച്ച് കൂടുതൽ കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ ഒരു എന്താ പറയാ, സൂയിസൈഡിന്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്ന ചിലര് അവർക്ക് വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചാൽ ഒരു പക്ഷേ അവന്റെ ആ തീരുമാനം അപ്പം മാറ്റിയേക്കാം. അപ്പൊ മറുഭാഗത്ത് നിന്ന് അങ്ങനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആ ആളോട് എന്താണ്, ഞാൻ ഇപ്പൊ നേരമൊന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറയുന്ന ആ സമയത്ത് ചിലപ്പോൾ ഇയാൾ ആ തീരുമാനമായി മുന്നോട്ട് പോയി ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കാം, ഞാൻ വിളിക്കാട്ടോ, ഞാനിവിടെ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് നീ ഒന്ന് ഇപ്പൊ കുറച്ചു നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഞാൻ ഒരു സമയം കിട്ടി ആ സമയം കൊണ്ട് നിന്നെ ഞാൻ കണക്ട് ചെയ്തോളാം എന്നൊരു വാക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് കുട്ടിയുടെ അമ്മയുടെയും കാര്യം പറഞ്ഞു, ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം പറഞ്ഞു നോക്കുമ്പോ ഇവ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റൊന്നുമില്ല, അല്ലേ? ശരിയല്ലേ? കുട്ടി പറയുന്നതും കുട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരി, അമ്മ കൊടുക്കുന്ന റിപ്ലൈ അതും ശരി തന്നെ. എന്താണ്, അമ്മയ്ക്ക് കുട്ടി എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല നിലയിൽ എത്തണം, അതുകൊണ്ട് ആ ഒരു ഇതിലെടുത്തിട്ടാണ് അമ്മ പറയുന്നത്. ഭാര്യ ഭർത്താവും പറയുന്നത് ശരി തന്നെ. പക്ഷേ ഓരോരുത്തരുടെയും വാക്കുകളിലെ അവസ്ഥകൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്കൊന്നും വേണ്ടത് കുറെ മറുപടികളല്ല. ഒരു വിഷമം ഒരാളുടെ അടുത്ത് പറയുമ്പോൾ കുറേ അഡ്വൈസ് ഇങ്ങനെ കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അഡ്വൈസ് ചെയ്യണം, എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കണം. പക്ഷേ ഒരു വേദനിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലെക്ചർ അടിച്ചുകൊണ്ടിരുന്നാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അത് പറയേണ്ടിയിരുന്നില്ല എന്ന് ചില സമയത്ത് ആൾക്ക് തോന്നും, അല്ലേ? ആ ഒരു അവസ്ഥയെ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ നമ്മള് മനുഷ്യർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട, ഒരല്പം ഒരു മനസ്സുണ്ടായാൽ മതി. എന്ത്? ആ പറയുന്ന ആളെ ഒന്ന് കേൾക്കുക, ആള് പറയുന്ന വാക്കുകളിലെ വിഷമം, അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്, അത് മതി. കാരണം നമ്മുടെ ഒരേ ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നിശബ്ദത, അവർ പറയുമ്പോൾ കേൾക്കുന്ന ആ നിശബ്ദത അല്ലെങ്കിൽ ആ മൗനം വേറൊരാളുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ ചിലപ്പോൾ കാരണമായിരിക്കാം. അയാൾക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ചിലപ്പോൾ ആ ഒരു ചെറിയ നിശബ്ദത പോലും ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരാളെ ശ്രദ്ധയോടെ കേൾക്കാം. നമ്മുടെ ആ മൗനം, നിശബ്ദത, ആ പ്രസൻസ് മറ്റൊരാൾക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാകുമെങ്കിൽ, അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാകുവാൻ സാധിക്കുമെങ്കിൽ അതല്ലേ വലിയ കാര്യം. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഈ ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമ്മളൊക്കെ ഡെയിലി നമ്മളായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകുമ്പോൾ അവരുടെ വാക്കുകളിലെ ആ വിഷമം, സങ്കടം, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു എമ്പതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെഷനായിരുന്നു. നമ്മള് ആ ഒരു എൺപത്തെട്ട് ഫീലില് അങ്ങോട്ട് ഇരുന്ന് പോയി എന്നുള്ളതാണ്. മാമിനെ കേട്ടിരുന്നിട്ട് എൺപത്തെട്ട് ഫീലായി പോയി. എനിവേ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. അൻസാർ എന്നല്ലേ വരും? ഓക്കെ.
Good morning, Rubina ma'am. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് മാം എടുത്തിരിക്കുന്നത്. മാം അതിനെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് എടുത്ത് തന്നു. ബട്ട് ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടൊരു തിങ് ആണ് ഇത്. ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ഇപ്പോ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് വാണ്ടറിങ് ആയിരിക്കും. എങ്ങനെയെങ്കിലും നമ്മളുടെ തോട്ട്സിലേക്ക് ഒരാൾ പറയുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നാച്ചുറലായിട്ട് പോണ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാൾ പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. ഏറ്റവും ഡിഫിക്കൽട്ട്. പിന്നെ ഇപ്പൊക്കെ ഓഫ് ലേറ്റ് ആയിട്ട് നമ്മളുടെ ലിസ്ണിങ് സ്പാൻ ഒക്കെ വളരെ കുറഞ്ഞിരിക്കണേ. പിന്നെ ലിസ്ണിങ് സ്പാൻ കുറഞ്ഞത് കൊണ്ട് ലിസൺ ചെയ്യുമ്പോൾ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയി തിങ് ശ്രദ്ധിച്ച് കേൾക്കുക. വെറുതെ പേരിന് വേണ്ടിയിട്ട് കേൾക്കാന്നുള്ളത്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോ കുട്ടികളുടെ കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവര് ശരിക്കും ശ്രദ്ധിക്കാണോ അല്ല ജസ്റ്റ് കണ്ണ് മാത്രം എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത്. അതേ രീതിയിൽ നമ്മളുടെ അടുത്ത് ഒരാൾ കാര്യം പറയുമ്പോ അവർക്ക് മനസ്സിലാവും നമ്മൾ റിയലി കേൾക്കുന്നുണ്ടോ അല്ല ജസ്റ്റ് ഒരു കടം തൊളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കാണ്. അതാണ് ചിലപ്പോ നമ്മൾ കുട്ടികളുടെ അടുത്ത് നമ്മളുടെ അടുത്ത് കുട്ടികൾ വന്ന് പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ പലപ്പോഴും എൻ്റെ മക്കളുണ്ട് ചോദിക്കും, അമ്മ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ, ഞാൻ എന്താ പറഞ്ഞ് തിരിച്ചു പറയൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ബിക്കോസ് നമ്മൾ തിരക്കും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ആ ലിസണിങ് പറഞ്ഞിട്ട് മിസ്സായിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ മാം അത് നമ്മളെ റിമൈൻഡ് ചെയ്തത് വളരെ നല്ലതാണ്. നമുക്ക് ഈ ലിസൺ അതായത് ഈ മാം ഒരു കാര്യം പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് സൂയിസൈഡിന്റെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും ഇപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പിലുണ്ട്, ചങ്കാതി പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ് ഓൺലി ജസ്റ്റ് ലിസണിങ്. നമ്മളൊരു അക്ഷരം അങ്ങോട്ട് മിണ്ടാൻ പാടില്ല. സ്കൂൾസിലൊക്കെ പോവാറുണ്ട് മാം. എന്തുകൊണ്ട് പറഞ്ഞാൽ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് വെരി ചെറിയ പ്രായത്തിൽ തന്നെ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് ഇപ്പൊ കുട്ടികൾക്ക്. അവർക്ക് ടോളറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാട്ട് ടു സേ സഫറിങ്സിന് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നില്ല. ചെറിയ ചെറിയ കാര്യത്തിന് ഇപ്പൊ ഒരു നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്, അമ്മ മൊബൈൽ ഫോൺ തന്നില്ല, അത് പറഞ്ഞിട്ട് അവര് ഓടിപ്പോയി സൂയിസൈഡ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓടിപ്പോവുക, ഇങ്ങനെ ഒക്കെ ഒരു ഡേഞ്ചറസ് വേൾഡിലേക്ക് അവര് പോവാണ്. അപ്പം അമ്മയും അച്ഛനും ലിസൺ ചെയ്യുന്നില്ല എന്നുള്ള വരുമ്പോ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ അവിടെ ഉണ്ട്, നമ്മൾ ഒരു വാക്ക് അങ്ങോട്ട് പറയരുത്, നിങ്ങൾ കേട്ടോണ്ടിരിക്കണം. കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അവർ നമ്മൾ പിന്നെ ഒബ്സർവ് ചെയ്യും. നമ്മുടെ അടുത്ത് ഓരോരോ നമ്മൾ പോകുന്ന ആൾക്കാരുടെ അടുത്ത് കുട്ടി എന്ത് പറഞ്ഞു ചോദിക്കും. അപ്പൊ നമ്മളുടെ ഇടയിൽ ആക്റ്റീവ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ഈ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മാമിന്റെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു മാം പറഞ്ഞ ടോപ്പിക്. സോ എല്ലാവരും നമ്മൾ ലിസൺ ചെയ്യാനുള്ളത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ഇന്നത്തെ സെഷൻ ത്രൂ കിട്ടി എന്നുള്ളത് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു. താങ്ക് യു. ഹലോ. ഹായ്. ഹായ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഭയങ്കര അനിവാര്യമായ ഒരു ടോപ്പിക്കായി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇന്ന് നമ്മളെല്ലാം പറയുവാൻ വേഗതയും കേൾക്കാൻ താമസവുമാണ് അല്ലേ. നമ്മള് കേൾക്കുന്നതിന് മുമ്പ് നാട്ടിൽ പറയാൻ തോക്കിൻ്റെ അകത്ത് എറി വെടിവെക്കുന്നത്, കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങ് നിഗമനം അങ്ങ് ചെയ്യും, നമ്മൾ അതിന് ഉത്തരം പറയും. പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളല്ലായിരിക്കാം നമ്മൾ പറയുന്നത്. എക്സ്പെഷ്യലി ഞാൻ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് കണ്ടിട്ടുണ്ട്, ആൾക്കാർ വലിയ ഭാരത്തോടാ വരുന്നത്. നമ്മൾ കേട്ട് കൊടുത്താൽ മതി, അഭിപ്രായം ഒന്നും പറയണ്ട. ആദ്യത്തെ സെഷൻ നമ്മൾ കേട്ടാൻ നേരത്ത് തന്നെ പോകാൻ നേരത്തെ അവരുടെ മുഖത്ത് ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയോ അവർ ഇറക്കി വെച്ചിട്ട് പോയി. അവർക്ക് ആ സൊല്യൂഷൻ ഒന്നുമല്ല. അവരെ ഇതുവരെയും ജീവിതത്തിൽ ആരും കേൾക്കാൻ ഒരു സ്പേസ് ആരും കൊടുക്കുക. എല്ലാവരും തിരക്കുള്ള ജീവിതമാണ്. ഇന്ന് ആൾക്കാർക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കുക, എന്നെ ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ. ഇപ്പം ചന്ദ്രമ്മ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പലർക്കും പലതുമൊക്കെ പറയാനുണ്ട്. ഇന്ന് നമ്മൾ
ഒന്നും കേൾക്കാനുള്ള ഒരു സമയമില്ല. നമ്മൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞങ്ങ് പോകാനുള്ള ഒരു തിരക്കിലാണ്. അപ്പം മാം നല്ലൊരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പാർട്ട്ണർ ആയാലും കുട്ടികളായാലും എന്താണ് ഏത് അർത്ഥത്തിലും ഭാവത്തിലുമാണ് അവർ പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധയോടെ വളരെ വളരെ ശ്രദ്ധയോട് തന്നെ പറയാൻ നമുക്കൊരു പോസ് വേണം. നമ്മൾ കേട്ടിട്ട് അത് ഒരു പോസ് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ. കാരണം അവർ പറഞ്ഞ ഭാവത്തിലും അർത്ഥത്തിലും നമുക്ക് മനസ്സിലായെന്ന് അവർക്ക് ഫീൽ ചെയ്തെങ്കിലുള്ള കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഒരു ബന്ധങ്ങളും റിലേഷൻഷിപ്പും എല്ലാം നല്ലോണം പിന്നെ അവർക്ക് പറയണമെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ചിലവർ വന്ന് പറയാൻ നേരത്ത് തന്നെ എനിക്കത് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറയും, ഓ നല്ല സെഷൻ ആയിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ ഓർക്കുക, ദൈവം ഞാനൊന്നും പറഞ്ഞില്ല, പിന്നെ എന്തോ നല്ല സെഷൻ. പക്ഷെ അവർക്കത് ഫീൽ ചെയ്തു. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാതാണല്ലോ കേൾക്കുന്നത്. അപ്പൊ അവർക്ക് അതാണ് വേണ്ടുന്നത്. അവരുടെ ഭാരങ്ങൾ തെറ്റായാലും ശരിയായാലും ഒരാൾ കേൾക്കുന്നു എന്ന് പറയാൻ നേരത്ത് തന്നെ അത് വലിയൊരു സംഭവമാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ മാം വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ, നമുക്കും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേൾക്കുവാൻ വേഗതയും പറയുവാൻ ഒരു പോസ് എന്നത് പറയുവാൻ താമസം ഉണ്ടെങ്കിൽ അത് നമുക്കും ഹെൽപ്ഫുൾ ആണ്, മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച് മാം. Thank you, sir. Thank you so much. ഗുഡ് മോർണിംഗ് ലുബൈന മാം. Good morning. നല്ലൊരു സെഷനായിരുന്നു. ഇന്നത്തെ ലൈഫിലെ ഏറ്റവും വേണ്ട ഒരു കാര്യം കേൾക്കുക എന്നുള്ളത്. പരസ്പരം കുട്ടികളെ ആയാലും പാർട്ട്നേഴ്സിനെ ആയാലും മറ്റുള്ളവരായാലും എല്ലാവരെയും കേൾക്കുക, ക്ഷമയോടെ നമ്മളൊന്ന് കേട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എല്ലാവരും ഇപ്പൊ പറഞ്ഞതും അത് തന്നെ. എന്തായാലും വളരെ മനോഹരമായൊരു സെഷൻ. നല്ല ആക്റ്റീവായിട്ട് നല്ല വോയിസില് നമുക്ക് കേൾക്കാൻ തോന്നുന്ന പോലെ പറഞ്ഞു തന്നു. താങ്ക് യു മാം. താങ്ക് യു. കൺഗ്രാറ്റ്സ്. Thank you, ma'am. Thank you so much. ഹേമലതയാണ് ഞാൻ. ഹേമലത. Okay, ma'am. Thank you. Thank you so much. ഓക്കെ, താങ്ക് യു. താങ്ക് യു ലുബൈന മാം. നല്ലൊരു Thank you. സെഷൻ. നമുക്ക് ഗുണങ്ങളുണ്ടല്ലേ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കും അത് കേൾക്കുന്നവർക്കും ഒത്തിരി ഗുണങ്ങളുണ്ട്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ നമ്മുടെ ട്രസ്റ്റും റെസ്പെക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ നമ്മൾ ആ കേൾക്കുന്ന ആളെ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് ആൾക്ക് തോന്നും. അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ശരിക്കും കേൾക്കുമ്പോഴാണല്ലേ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അല്ലാണ്ട് മുഴുവൻ കേൾക്കാണ്ട് നമ്മളൊരു അഭിപ്രായങ്ങളോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾക്ക് ഫോക്കസും കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ, ഗുഡ് ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കും. നമ്മളുടെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോഴല്ലേ. പക്ഷെ പലപ്പോഴും അറിയുന്ന കേൾക്കുന്ന ആൾക്ക് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ആക്റ്റീവ് ലിസണിങ് എന്ന്. എന്തായാലും നല്ലൊരു അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Sajna ma'am. Thank you. അപ്പൊ ഇനിയും ഇതുപോലെ വീണ്ടുള്ള അവസരങ്ങൾ കിട്ടിയാൽ ഉറപ്പായിട്ടും വരും. നിങ്ങളുടെ കൂടെ ഈ മോർണിംഗ് സെഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ സെഷൻ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you. താങ്ക് യു. താങ്ക് യു. Wishing all a good day. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. Wind up.